Hi friends, welcome back to our channel. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. 2022ലെ എൻ്റെ ഒരു ഫസ്റ്റ് വീഡിയോ ആണ്. സോ വീഡിയോ ഫുൾ ആയിട്ടൊന്ന് കാണുക. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ പേര് സൗമ്യ. നമ്മുടെ വീഡിയോസ് ഒക്കെ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടിലാണ് നമ്മുടെ ചാനൽ മുന്നോട്ട് പോകാൻ പറ്റില്ല. സോ പ്ലീസ് സപ്പോർട്ട് മീ. ആൻഡ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു എവറിഡേ സിമ്പിൾ മേക്കപ്പ് ലുക്കാണ്. അപ്പം ഈ എവറിഡേ മേക്കപ്പ് ലുക്കില് ഞാൻ ചെയ്തു പോകുന്നതാണ്, അത് ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മേക്കപ്പാണ് നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും താഴെ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പം ആദ്യമായിട്ട് നമുക്ക് ഫേസ് ഒന്ന് ടോൺ ചെയ്യാം. ഇത് മസ്റ്റ് ടോൺ ചെയ്ത് നമ്മുടെ സ്കിന്നിന് നല്ലതാണ്. അപ്പിൾ സൈഡർ വിനെഗർ ഡൈലൂട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു ടോണറാണ്. അപ്പോൾ ടോണർ അപ്ലൈ ചെയ്തതിന് ശേഷം അതൊന്ന് ഡ്രൈ ആകുന്ന സമയം കൊണ്ട് നമുക്ക് ലിപ്സ് ഒന്ന് മോയ്സ്ചറൈസ് ചെയ്യാം കേട്ടോ. ലിപ്സ് നമ്മൾ മേക്കപ്പിന് മുന്നേ തന്നെ മോയ്സ്ചറൈസ് ചെയ്യുക. അപ്പം മേക്കപ്പ് കഴിയുമ്പോഴേക്കും നമ്മുടെ ലിപ്സ് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. അപ്പോൾ നമുക്ക് ലിപ്സ്റ്റിക് ഇട്ടാലും നല്ല ഭംഗിയുണ്ടായിരിക്കും. അപ്പം നമ്മുടെ ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു ടോണർ നല്ല ഡ്രൈ ആകുകയും ചെയ്യും. അതിനുശേഷം നമ്മൾ ഏത് ഫേസ് ക്രീമാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാൻ ന്യൂട്രിഡേമിൻ്റെ ഫേസ് മോയ്സ്ചറൈസറാണ് ഇപ്പോൾ അപ്ലൈ ചെയ്യുന്നത്. മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തതിന് ശേഷം ഇനി നമുക്ക് സൺസ്ക്രീൻ ലോഷൻ, എന്തായാലും ഒരു സൺ ബ്ലോക്ക് നമ്മൾ മസ്റ്റായിട്ട് യൂസ് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ന്യൂട്രിജനയുടെ അൾട്രാഷീഡ് ഡ്രൈ ടച്ച് സൺബ്ലോക്കാണ്. സൺസ്ക്രീൻ നമ്മൾ പകൽ ആണ് പോകുന്നതെങ്കിൽ മസ്റ്റായിട്ട് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഫേസും ഫുൾ നെക്കും കൂടെ ഇടാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം സൺസ്ക്രീൻ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്കിനി ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നവരുണ്ട്, അങ്ങനെയുള്ളവർക്ക് ചെയ്യാം. അപ്പം ഞാൻ നോർമലി ഫൗണ്ടേഷൻ യൂസ് ചെയ്യാറില്ല. ചിലപ്പോഴാണെങ്കിൽ അതുപോലെ കോമ്പാക്റ്റ് ഒന്ന് യൂസ് ചെയ്യാം. അപ്പം ഞാൻ കോമ്പാക്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്ന കോമ്പാക്റ്റ് പൗഡർ എന്ന് പറയുന്നത് മേബിലിൻ്റെ ഫിറ്റ്മി പൗഡറാണ്. അപ്പോൾ പതുക്കെ ഒന്ന് അത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഡെയിലി റുട്ടീൻ മേക്കപ്പിൽ ഇതൊരു നിർബന്ധവും ഇല്ല, വേണമെന്ന് വെച്ചാൽ ചെയ്യാം. അപ്പം ഞാനാണെങ്കിലും ഡെയിലി അങ്ങനെ ചെയ്യാറില്ല, പക്ഷെ ഇടയ്ക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ ഇനി ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഐബ്രോസ് ഫില്ല് ചെയ്യാനാണ് കുറച്ച് സമയം എടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു ബ്രൗൺ കളറാണ് എടുത്തിരിക്കുന്നത്. സ്വിസ് ബ്യൂട്ടിയുടെ ബ്രൗൺ ഐബ്രോ പെൻസിൽ വെച്ചിട്ടാണ് ഐബ്രോ ഫില്ല് ചെയ്യുന്നത്. ഐബ്രോ മസ്റ്റായിട്ടും ചെയ്യുക കേട്ടോ, കാരണം നമ്മുടെ ഫേസിൻ്റെ ആ ഒരു ഫുൾ ആ ഒരു ലുക്ക് വരുന്നത് നമ്മുടെ ഐബ്രോസ് ചെയ്ത് കഴിയുമ്പോഴാണ്. പ്രത്യേകിച്ച് തിന്നായിട്ടുള്ള ഐബ്രോസ് ഉള്ളവർ ഫില്ല് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഐബ്രോസിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഐബ്രോ ഫില്ല് ചെയ്യുന്നതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് മുന്നേ. അപ്പം ആർക്കെങ്കിലും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ താഴെ ലിങ്ക് ഞാൻ കൊടുക്കാം, കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ നമ്മൾ 2 ഐബ്രോസും കഴിഞ്ഞു. ഇനി നമുക്ക് കാജൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ ലൈറ്റായിട്ട് ഞാൻ കാജൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. നോർമലി ഞാൻ കാജൽ അപ്ലൈ ചെയ്യുമ്പോൾ കണ്ണിന് താഴെ മാത്രമേ ചെയ്യാറുള്ളൂ. ഇന്ന് ചെയ്യുമ്പോൾ കണ്ണിന് മുകളിലൂടെ ചെയ്തു. റുട്ടീനായിട്ട് ചെയ്യുമ്പോൾ ഞാൻ മുകളിൽ അങ്ങനെ ചെയ്യാറില്ല, ഇടയ്ക്കൊക്കെ ചെയ്തോളൂ. അതുകൊണ്ട് ഇന്നിപ്പോൾ വെറുതെ ജസ്റ്റ് ചെയ്തത്. ഇനി നമുക്ക് ലാസ്റ്റ് നമ്മുടെ ലിപ്സൊക്കെ നല്ല മോയ്സ്ചറൈസ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യാം. ഞാൻ ലിപ് ക്രയോൺസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇതാണൊരു മേക്കപ്പ് ലുക്ക്. ഇനി നമുക്ക് മുടിയും കൂടെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള എവറിഡേ മേക്കപ്പ് ലുക്ക്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ.